അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വായ്പ എഴുതിത്തള്ളാൻ സാവകാശം തേടി കേന്ദ്ര സർക്കാർ. ദുരന്തവുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ചർച്ച നടക്കുന്നുവെന്നും 6 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട നിർണായക റിപ്പോർട്ട് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വയനാട്ടിൽ 5 വർഷത്തേക്ക് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്ന് 2019 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ പറഞ്ഞിരുന്നുവെന്നും വയനാട്ടിലെ 29 വില്ലേജുകൾ പ്രശ്നബാധിത പ്രദേശമാണെന്നും റിപ്പോർട്ടിലുണ്ടെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓണത്തിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം. ഇതു സംബന്ധിച്ചുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് ഉടൻ ഇറക്കും. ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുകയിൽ 4500 കോടി രൂപ കൂടി അനുവദിച്ചു കിട്ടിയതോടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനകൾക്ക് പണം വകയിരുത്താനാണ് ധനവകുപ്പ് തീരുമാനം. മുൻ SP സുജിത് ദാസ് അടക്കം 3 ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക ആരോപണവുമായി വീട്ടമ്മ രംഗത്ത്. മലപ്പുറം SP ആയിരിക്കെ സുജിത് ദാസും പൊന്നാനി CI വിനോദും ബലാത്സംഗം ചെയ്തുവെന്നും പരാതി അന്വേഷിച്ച DYSP ബെന്നി മോശമായി പെരുമാറിയെന്നുമാണ് ആരോപണം. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയതായിരുന്നു ഇവർ. പരാതി കേൾക്കാൻ വീട്ടിൽ വന്ന CI വിനോദ് വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും ഇതിനെതിരെ പരാതിയുമായി താനൂർ DYSP VV ബെന്നിയെ കണ്ടപ്പോൾ ബെന്നി കടന്നുപിടിച്ചുവെന്നും ഈ 2 സംഭവങ്ങൾക്കെതിരെയും പരാതി നൽകാൻ SP ആയിരുന്ന സുജിത് ദാസിനെ ബന്ധപ്പെട്ടുവെന്നും സുജിത് ദാസ് ആഡംബര കാറിലെത്തി ചങ്കുവെട്ടിലെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചുവെന്നുമാണ് പരാതിക്കാരിയുടെ ആരോപണം. അന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾക്കു കൂടി കാഴ്ചവെക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരി ആരോപിച്ചു. വീട്ടമ്മയുടെ ബലാത്സംഗ ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്. ആരോപണത്തിനെതിരെ കേസ് നൽകുമെന്നും 2022 തന്റെ SP ഓഫീസിൽ സഹോദരനും കുട്ടിക്കുമൊപ്പമായിരുന്നു സ്ത്രീ എത്തിയതെന്നും റിസപ്ഷൻ രജിസ്റ്ററിൽ വിശദാംശങ്ങളുണ്ടെന്നും സുജിത് ദാസ് പറഞ്ഞു. കുടുംബം പോലും തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നിയമപരമായി നേരിടുമെന്നും സുജിത് ദാസ് വ്യക്തമാക്കി. വീട്ടമ്മയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ മുട്ടിൽ മരംമുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധത്തിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയാണെന്ന് DYSP VV ബെന്നി പറഞ്ഞു. ഗൂഢാലോചന അന്വേഷിക്കാൻ പരാതി നൽകുമെന്നും മുട്ടിൽ മരംമുറി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെന്ന നിലയിൽ തന്നെ വേട്ടയാടുകയാണെന്നും വീട്ടമ്മയുടെ പരാതിയിൽ കഴമ്പില്ലെന്നും ബെന്നി പറഞ്ഞു. ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് പൊന്നാനി മുൻ CI വിനോദ് വലിയാറ്റൂർ. പരാതി നൽകി പണം തട്ടുന്നത് പതിവാക്കിയ സ്ത്രീയാണ് ഇതെന്നും പോലീസിനെ ഇത് മനസ്സിലായിട്ടുണ്ടെന്നും വിനോദ് മാധ്യമങ്ങളോട് പറഞ്ഞു. സിവിൽ ക്രിമിനൽ കേസുകളുമായി മുന്നോട്ടു പോകുമെന്നും CI വിനോദ് പറഞ്ഞു. പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് DGPയുടെ നേരിട്ടുള്ള ഇടപെടലില്ലെന്ന് റിപ്പോർട്ടുകൾ. മലപ്പുറം SP ഓഫീസിൽ നിന്ന് സുജിത് ദാസ് ചുമതലയുണ്ടായിരുന്ന കാലത്തെ വിവരങ്ങൾ DGP ഡോക്ടർ ഷെയ്ഖ് സർവേഷ് സാഹിബ് ശേഖരിച്ചു. സുജിത് ദാസ് SP ആയിരുന്ന കാലത്ത് പുറത്തിറക്കിയ ഉത്തരവുകൾ, എടുത്ത നടപടികൾ, യാത്രാരേഖകൾ എന്നിവ പരിശോധിച്ച ശേഷമായിരുന്നു സസ്പെൻഷൻ. സുജിത് ദാസിന്റെ വിശ്വസ്തരിൽ പലർക്കും മാഫിയ ബന്ധമുണ്ടെന്നും മണ്ണ് ക്വാറി മാഫിയയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നടപടി നേരിടുന്നവരാണ് ഇവരെന്നുമാണ് DGPയുടെ കണ്ടെത്തൽ. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരവകുപ്പിനും എതിരെ രൂക്ഷ വിമർശനവുമായി K സുധാകരൻ. പിണറായി വിജയൻ ഭീകരജീവിയാണെന്നും ഈ മുഖ്യമന്ത്രിയെ വെച്ച് ഒരു ദിവസം പോലും മുന്നോട്ടു പോകാനാകില്ലെന്നും K സുധാകരൻ പറഞ്ഞു. മാഫിയകളുടെ സംരക്ഷകനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് KPCC നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു K സുധാകരൻ.
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി പൂരം കലക്കി വിജയൻ എന്നറിയപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഈ സർക്കാരിനെ ജനങ്ങൾ വിചാരണ ചെയ്യുകയാണെന്നും സ്വർണ്ണക്കടത്തുകാരും സ്വർണം പൊട്ടിക്കൽ സംഘവുമാണ് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ ഉള്ളതെന്നും കുറ്റപ്പെടുത്തിയ സതീശൻ ഇവർ ഇനിയും തുടർന്നാൽ സെക്രട്ടേറിയറ്റിനെ ടയർ ഘടിപ്പിച്ച് കൊണ്ടുപോകുമെന്നും വിമർശിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയടക്കം ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും അതുണ്ടാക്കുന്ന പ്രകമ്പനങ്ങളും വളരെ ഭീകരമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. നിയമവാഴ്ച തന്നെ തകർന്ന അവസ്ഥയിലാണ്. പോലീസ് തന്നെ കുറ്റാരോപിതനാകുന്നു. ഇതിനെല്ലാം ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്നും ഇത് സുപ്രധാനമായ വിഷയമാണെന്നും പ്രതിപക്ഷം ഗൌരവമായി എടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിലെ ഓണാഘോഷങ്ങൾക്ക് സർക്കാർ നിയന്ത്രണമേർപ്പെടുത്തിയിരിക്കുന്നതിനാൽ സെക്രട്ടേറിയറ്റിൽ ഓണാഘോഷ പരിപാടികൾ ഉണ്ടാവില്ല. തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര. നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നുകൊണ്ടുള്ള വർണ്ണാഭമായ ഘോഷയാത്രയാണ് തൃപ്പൂണിത്തുറയിലേത്. തൃപ്പൂണിത്തുറയിലെ അത്തം നഗറിൽ സ്പീക്കർ എ എൻ ഷംസീർ നിലവിളക്ക് കൊളുത്തി അത്തച്ചമയ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തനിക്കെതിരായ അന്വേഷണത്തിൽ വിചിത്ര കത്തുമായി എഡിജിപി എം ആർ അജിത് കുമാർ. അന്വേഷണം നടത്തുന്ന സംഘത്തിലെ ഐജിയും ഡിഐജിയും തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് അജിത് കുമാർ ഡിജിപിക്ക് കത്ത് നൽകി. 2 ഉദ്യോഗസ്ഥരും ഡിജിപിയെ റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നാണ് കത്തിലെ ഉള്ളടക്കം. സർക്കാരോ ഡിജിപിയോ നിർദ്ദേശം നൽകുന്നതിന് പകരമാണ് സംവിധാനങ്ങളെ മറികടന്നുള്ള എഡിജിപിയുടെ കത്തെന്ന് വിമർശനം. ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരായ പി വി അൻവർ എംഎൽഎ നൽകിയ പരാതി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യും. പി ശശി അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുകയാണെന്നും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നുമാണ് പി വി അൻവറിന്റെ ആക്ഷേപം. ജാമ്യം ലഭിച്ചെങ്കിലും മുകേഷിനും ഇടവേള ബാബുവിനുമെതിരെ നിയമ നടപടികൾ തുടരാൻ അന്വേഷണ സംഘം. ബലാത്സംഗ കേസിലാണ് നടപടി. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും വൈദ്യപരിശോധനയ്ക്കും ലൈംഗിക ശേഷി പരിശോധനയ്ക്കും വിധേയരാക്കുമെന്നും റിപ്പോർട്ടുകൾ. പക്ഷിപ്പനി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കോഴി, താറാവ്, കാട എന്നിവ വളർത്തുന്നതിനും വിൽക്കുന്നതിനും നിരോധനമേർപ്പെടുത്തി സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് ആലപ്പുഴയിലെ കർഷകർക്ക് തിരിച്ചടിയായി. വായ്പയെടുത്ത് കോഴി, താറാവ് വളർത്തൽ തുടങ്ങിയവരെല്ലാം കടക്കെണിയിലായിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തഭൂമിയിലെ പുന്നപ്പുഴയെ വീണ്ടെടുക്കാനും ദുരന്താവശിഷ്ടങ്ങളുടെ പുനരുപയോഗവും നീക്കം ചെയ്യലും സംബന്ധിച്ച് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുന്നു. കാരാപ്പുഴ ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് പരിശോധന നടത്തുന്നത്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. പദ്ധതിയുടെ നിർമ്മാണ കരാർ നൽകുന്നതിനുള്ള ടെൻഡർ ഇന്നലെ തുറന്നു. ടെൻഡർ തുറന്ന സാഹചര്യത്തിൽ കരാർ ഒപ്പുവയ്ക്കുന്നതോടെ വൈകാതെ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്ന് ലിൻഡോ ജോസഫ് എംഎൽഎ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വ്യക്തമായ അഭിപ്രായ രൂപവൽക്കരണത്തിലെത്താൻ കഴിയാത്തതിൽ സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്കയുടെ നേതൃത്വത്തെ വീണ്ടും വിമർശിച്ച് സംവിധായകൻ വിനയൻ. കൃത്യമായ തീരുമാനമെടുത്ത് ചലച്ചിത്ര മേഖലയെ സംരക്ഷിച്ചില്ലെങ്കിൽ 10,000ങ്ങളുടെ തൊഴിലിനെയും ജീവിതത്തെയും അത് ബാധിക്കുമെന്ന് വിനയൻ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മലയാള സിനിമയിൽ നിരവധി സ്ത്രീകൾക്ക് മോശം അനുഭവമുണ്ടായതായി താൻ കേട്ടിട്ടുണ്ടെന്നും അനുഭവങ്ങൾ തന്നോട് പലരും പങ്കുവച്ചിട്ടുണ്ടെന്നും നടിയും മുൻ MP-യുമായ സുമലത. പവർ ഗ്രൂപ്പുകൾ എല്ലാ ഇൻഡസ്ട്രികളിലുമുണ്ടെന്നും സുമലത പറയുന്നു. സിനിമയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നും
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അത് ഗൌരവത്തോടെ എടുക്കണമെന്നും സുമലത പറഞ്ഞു. സിനിമാ രംഗത്ത് മാത്രമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം നടക്കുന്നതെന്ന പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നടിയും BJP നേതാവുമായ ഖുശ്ബു. IT മേഖലയിലും രാഷ്ട്രീയത്തിലും മാധ്യമരംഗത്തും സ്ത്രീകൾക്കു നേരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ സിനിമാ രംഗത്തെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലാണ് പ്രചാരണം നടത്തുന്നതെന്നും ഖുശ്ബു ആരോപിച്ചു. നടിയും MPയുമായ കങ്കണ റണൌട്ട് സംവിധാനം ചെയ്ത് മുഖ്യവേഷത്തിലെത്തുന്ന എമർജൻസി എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റി. സിഖ് സമുദായത്തെ അധിക്ഷേപിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് വിവിധ സംഘടനകൾ കോടതിയെ സമീപിച്ചതോടെ ചിത്രത്തിന് പ്രദർശനാനുമതി കിട്ടുന്ന കാര്യം അനിശ്ചിതത്വത്തിലായി. പ്രദർശനാനുമതി ഉടൻ ലഭിക്കുമെന്നും പുതിയ റിലീസ് തീയതി വഴിയെ അറിയിക്കുമെന്നും കങ്കണ എക്സിലൂടെ അറിയിച്ചു. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മേധാവി മാധബി പുരി ബുച്ചിനെതിരെയുള്ള ആരോപണങ്ങൾ പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അന്വേഷിച്ചേക്കും. ഈ മാസം അവസാനത്തോടെ അവരെ വിളിച്ചുവരുത്തിയേക്കുമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കോവിഡ് കാലത്ത് നടന്നുവെന്നാരോപിക്കുന്ന BJP സർക്കാരിന്റെ ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറാൻ കർണാടക സർക്കാർ. ചീഫ് സെക്രട്ടറി ഉൾപ്പെട്ട സംഘമാകും അന്വേഷണം നടത്തുക. അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഉൾപ്പെട്ടതാണ് അന്വേഷണ സംഘം. ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി സഞ്ജയ് റോയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി CBI. കൊല്ലപ്പെട്ട ഡോക്ടറുടെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുമായി പ്രതിയുടെ DNA പൊരുത്തപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. ആക്രമിച്ചത് ഒരാൾ മാത്രമാണെന്ന് DNA പരിശോധനയിൽ വ്യക്തമായതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസിൽ ചേരുന്നതിന്റെ ഭാഗമായി റെയിൽവേയിലെ ഉദ്യോഗം രാജിവെച്ചു. രണ്ടുപേരും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിൽ ചേരുന്നതിന് മുന്നോടിയായി രണ്ടുപേരും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ എത്തി. AICC ആസ്ഥാനത്തെത്തിയാകും വിനേഷും ബജ്രംഗ് പുനിയയും പാർട്ടി അംഗത്വം സ്വീകരിക്കുക. ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ 900 ഗോളുകളെന്ന മാന്ത്രിക സംഖ്യയിലെത്തി. യുവേഫ നേഷൻസ് ലീഗിൽ വ്യാഴാഴ്ച രാത്രി ക്രൊയേഷ്യയ്ക്കെതിരായ മത്സരത്തിലാണ് പോർച്ചുഗൽ താരം നാഴികക്കല്ല് പിന്നിട്ടത്. ഇതോടെ 900 ഗോൾ നേടുന്ന ആദ്യ താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.